SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MA നന്ദൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ നന്ദൻ, നമുക്കറിയാം ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്യാമ്പസുകളിലേക്ക് പുതുതായി എത്തുന്നവർ അല്ലെങ്കിൽ അവിടേക്ക് ക്യാമ്പസുകളിലേക്ക് പോകുന്നവർ അവരുടെ ഒരു ഭാവി ഫ്യൂച്ചർ അതൊക്കെ നമുക്ക് മുന്നോട്ട് കണ്ട് ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഒരു കുട്ടി പഠിക്കാനായി ചെല്ലുന്നത്. അവരുടെ ഒരു പ്രൊഫഷണൽ തന്നെയാണ് അവിടെ പഠിക്കുക. പക്ഷേ ഇവിടെയൊക്കെ നടക്കുന്നത് നല്ല ഒരു പഠനം തന്നെയാണ്. കാരണം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് കൈയൂക്കുക അല്ലെങ്കിൽ കാര്യക്കാരനാകുക, കൂട്ടം ചേർന്ന് കുട്ടികളെ മർദ്ദിക്കുക, ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. വിദ്യാർത്ഥികളുടെ ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു നിയമാനുസൃതമായ രീതിയിൽ പോരാടുന്നതിന് പകരം അവർ തന്നെ നിയമങ്ങളും ന്യായങ്ങളും തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം? കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞു. ഇതിനകത്ത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിപ്പോ ഒറ്റപ്പെട്ട സംഭവമാണ്. ഇതിപ്പം ഇന്നോ ഇന്നലെ മാത്രം ഉണ്ടായ പ്രശ്നമല്ല. VTM NSS കോളേജുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ളത് നിരന്തരമായി അവരുടെ സംഘടനയിൽപ്പെട്ട പരിപാടിക്കകത്ത് പോവാത്ത വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു രീതിയാണ് ആ കോളേജിനകത്ത് ഉണ്ടാവുന്നത്. അവിടെ ചില ഗുണ്ടാ സംഘങ്ങൾ, ABVPയുടെ ചില ഗുണ്ടാ നേതാക്കന്മാർ അവിടെ അഡ്മിഷനുണ്ട്. ആ നേതാക്കളുടെ നിയന്ത്രണത്തിലാണ് ആ കോളേജ്. അപ്പോ ഇതിപ്പോ ആ കുട്ടിക്ക് ഗുരുതരമായ പരിക്കാണ് ആ കുട്ടിക്ക് ഏറ്റിട്ടുള്ളത്. ആ കുട്ടിയുടെ കാതടക്കം അറ്റുപോകുന്നൊരു സ്ഥിതി, തലയ്ക്ക് ഗുരുതരമായ പരിക്ക്. അപ്പൊ അത് ക്യാമ്പസുകൾക്കകത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ ക്യാമ്പസിനകത്ത് അവരുടെ രാഷ്ട്രീയ പരിപാടിക്കകത്ത് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ആക്രമിക്കുന്ന രീതി തെറ്റായ ഒരു രീതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടി എടുക്കണമെന്നുള്ളതാണ് SFIക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചാൽ തന്നെ ഇതിപ്പോ ആദ്യമായിട്ടുള്ള പ്രശ്നമല്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഈ വാർത്തകൾ വന്നതിന് ശേഷമാണ് മാധ്യമങ്ങളടക്കം ഈ വാർത്തകൾ ഏറ്റെടുത്തത്. ഈ സംഭവം നടന്നത് മെനഞ്ഞാന്നാണ്. അപ്പോ ഇതിന് തൊട്ടു മുമ്പും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ആ VTM NSS കോളേജിനകത്ത് നടന്നിട്ടുണ്ട്. അതൊന്നും അഡ്രസ് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. ഇപ്പോ ഈ ഒറ്റപ്പെട്ട സംഭവം പറയുന്നു. ഇപ്പൊ ഇത്രയും ഗുരുതരമായ പരിക്കുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങൾ അടക്കം ഇതിപ്പോ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ പുറത്തു വരാത്ത എത്ര വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും നമ്മുടെ ക്യാമ്പസിനകത്ത് നമുക്ക് അനുവദിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുടെ അവരുടെ ഇതുമായി ബന്ധപ്പെട്ട ഇത് ഉറപ്പുവരുത്തേണ്ടത് അധികാരികളാണ്. അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തണം. ഈ കുറ്റക്കാർക്കെതിരെ കനത്ത ശിക്ഷ ഉറപ്പുവരുത്തണം. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഇന്ന് അതിന്റെ ഭാഗമായി ഞങ്ങൾ സെക്രട്ടറിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്യാമ്പസുകൾക്കകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ അറിയാൻ വേണ്ടി സാധിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വർക്കല SM കോളേജിനകത്ത് SFIക്കാരനെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് KSCക്കാർ ആക്രമിക്കുകയാണ്. അവിടെ SFIയുടെ ഒരു ഏരിയ പ്രസിഡന്റിനെ ആ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ രീതിയിൽ അക്രമ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ വേണ്ടിയിരിക്കുകയാണ്, കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏത് വിധേയനെയും ക്യാമ്പസുകൾക്കകത്ത് SFI വിജയിക്കുമെന്നുള്ള ധാരണ അവർക്കുണ്ട്. എങ്ങനെയെങ്കിലും സംഘർഷമുണ്ടാക്കി ക്യാമ്പസുകൾക്കകത്ത് തെരഞ്ഞെടുപ്പ് നടക്കല്, ആ രീതിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് പരിശോധിച്ച് പരിഹരിക്കേണ്ട വിഷയമാണ്. ഇപ്പോ ഓരോ മാതാപിതാക്കൾ രാവിലെ ആ കുട്ടിയെ വീട്ടിൽ നിന്ന് ക്യാമ്പസിലേക്ക് കുട്ടി പഠിക്കാൻ വേണ്ടി പോകുന്നു. മാതാപിതാക്കൾ വിചാരിക്കും ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ സുരക്ഷിതരാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ എന്ത് വിശ്വസിച്ചാണ് നമ്മുടെ മാതാപിതാക്കൾ സമാധാനത്തോടെ വീടുകൾക്കകത്ത് ഇരിക്കുന്നത്? എങ്ങനെയാണ്? ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കനത്ത പ്രക്ഷോഭങ്ങൾ തന്നെയാണ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഈ രക്ഷാബന്ധൻ പോലെയുള്ള പരിപാടികൾ, ആ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ആ പരിപാടിക്കകത്ത് പങ്കെടുക്കാത്തത് കൊണ്ടാണ് അവരെ ഈ ഇത്തരത്തിലെ മൃഗീയമായി ആക്രമിച്ചതെന്നാണ് പറയാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോ സ്വാഭാവികമായിട്ടും ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമല്ല, നിരന്തരമായി പല ക്യാമ്പസുകൾക്കകത്തും ABVP ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് പുറത്തു വരുന്നില്ല. അവര് പറയുന്ന അവരുടെ മുദ്രാവാക്യം എന്താണ്? പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്നാണ് പറയുന്നത്. ആ പെറ്റമ്മമാരുടെ കണ്ണീര്, ആരാണ് ആ കണ്ണീരിന് മറുപടി പറയേണ്ടത്? അതിന് ABVP മറുപടി പറയണം. അവരുടെ മുദ്രാവാക്യമാണ്. അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഈ വിദ്യാർത്ഥി സമൂഹത്തിനെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും.
ഒരു കാര്യം കൂടെ, ഇപ്പോൾ നമുക്കറിയാം സംസ്ഥാനത്തുടനീളമുള്ള ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കുറേയധികം അടിപിടികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ പലപ്പോഴും ഇത് അനിവാര്യമാണോ അല്ലയോ എന്നുള്ള രീതിയിൽ പോലും ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ധനുവച്ചപുരത്തൊക്കെ ഇത്തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത്. ക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ്. ഇനി ആ കുട്ടിയുടെ ഒരു ഭാവി അല്ലെങ്കിൽ അതിന്റെ ചികിത്സ അതുമായി ബന്ധപ്പെട്ടൊന്നും ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും ആരും തീരുമാനിച്ചിട്ടില്ല, നടപടി എടുക്കുന്നില്ല. ഇതൊരു കേസിൽ മാത്രം ഒതുങ്ങി പോകുമോ എന്നൊരു ആശങ്കയുണ്ടോ? അത് നിലവിൽ ഞാൻ സൂചിപ്പിച്ചില്ലേ, ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പഠിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും പല കാര്യങ്ങളും തുറന്നു പറയുന്നതിന് വലിയ പേടിയാണ്. അവർക്ക് അവിടെ പേടിയാണ്. അതിന് ഒത്താശ ചെയ്യുന്ന ധനവുച്ചപുരത്തെ ചില അധ്യാപകരുണ്ട്. അവരാണ് ഈ RSSന്റെ ചില നേതാക്കന്മാർ, RSSന്റെ നേതാക്കന്മാരായിട്ടുള്ള ചില അധ്യാപകരുണ്ട്. ആ അധ്യാപകരാണ് ഈ കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. അപ്പോ ഇത് പരിഹരിക്കേണ്ട ആളുകളാണ് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്ന് പറഞ്ഞാൽ അത് വലിയ വിഷമമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. അത് പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം, എത്തപ്പയുടെ അഭിപ്രായം. വളരെയധികം നന്ദി ഈ അവസരത്തിൽ നന്ദൻ പ്രതികരിച്ചില്ല. എന്തായാലും ധനുവച്ചപുരം BDM NSS കോളേജിലാണ് 3ാം വർഷ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ 6 ABVP പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന 3 പേരടക്കം 6 പേർക്കെതിരെ പാറശാല പോലീസ് വധശ്രമത്തിനാണ് കേസെടുത്തത്. ABVP പ്രവർത്തകർ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുത്തില്ലെന്ന് ആരോപിച്ചു ദേവജിത്തിനെ തല്ലി ചതയ്ക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ദേവജിത്ത് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ABVP പ്രവർത്തകരാണ് തന്നെ ആക്രമിച്ചതെന്ന് ദേവജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.